അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 25-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വയഖൂലൂന, അവർ പറയുന്നു, ചോദിക്കുന്നു, മത്താ, എപ്പോഴാണ്, ഹാദൽ വഅദു, ഈ വാഗ്ദാനം പുലരുക, ഇൻ കുൻതും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യസന്ധന്മാർ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ പരലോകത്ത് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞപ്പോൾ സത്യനിഷേധികൾ പരിഹാസത്തോടെ ചോദിച്ച ചോദ്യമാണ് ഇത്. എപ്പോഴാണ് ആ വാഗ്ദാനം, പരലോകം, പുനരുദ്ധാരണ നാളും വിചാരണയും സംഭവിക്കുക? അറിയാനോ മനസ്സിലാക്കാനോ ഉള്ള ചോദ്യമല്ല, പരലോകം അസാധ്യമായ കാര്യമാണ് എന്ന് വരുത്തി തീർക്കാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാനുമുള്ള ചോദ്യമാണ് ഇത്. റസൂലിനോട് മാത്രമല്ല, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നു പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ കൂടി ഉദ്ദേശിച്ചാണ്. പ്രവാചകനെയും സഹാബത്തിനെയും ഒന്നിച്ച് വെല്ലുവിളിച്ച് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് സത്യമെങ്കിൽ മത്ത, എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് പറയൂ. ഈ മത്ത എന്ന ചോദ്യം വിഷയത്തിൻ്റെ കാതലായ വശത്ത് നിന്നും ആളുകളെ തെറ്റിക്കുന്ന ചോദ്യമാണ്. അഥവാ പരലോകമെന്ന പ്രധാനപ്പെട്ട വിഷയം തെറ്റിച്ച് അതെപ്പോൾ വരും എന്ന് സമയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ചോദ്യം. ഈ ചോദ്യം അവരുടെ ഹൃദയ കാഠിന്യത്തെയും ആത്മീയ അന്ധതയെയുമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ സംബന്ധിച്ച് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചപ്പോഴെല്ലാം ഏതെല്ലാം ജനസമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ ആ ജനസമൂഹങ്ങളെല്ലാം ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ചരിത്രത്തിലെ പൊതുവായൊരു സ്വഭാവമാണ് ഈ ചോദ്യം. ഖുറൈശികളിലെ പ്രമുഖരായ അബൂജഹലും നെദറുമെല്ലാം പ്രവാചകനെ പരിഹസിക്കാനും പ്രയാസപ്പെടുത്താനും നിരന്തരമായി ഈ ചോദ്യം ചോദിച്ചിരുന്നു. ആധുനിക ഭൗതികവാദികളും ഇതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ പേരിൽ പരലോകത്തെ നിഷേധിക്കുന്ന അവിവേകികളും ഇതേപോലെയാണ് ചോദിക്കാറുള്ളത്. വിശ്വാസികൾക്കാകട്ടെ ഈ ചോദ്യം ഒരു പരീക്ഷണമാണ്. പരിഹാസങ്ങൾ കേൾക്കുമ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുന്ന പരീക്ഷണം. നാം എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് അറിവില്ലാത്തവരാണ് എന്നത് അന്ത്യനാളിൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്നേയില്ല. നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷേ മരണം എന്ന അസ്തിത്വത്തെ അതൊരിക്കലും ബാധിക്കുന്നില്ല. മരണം എന്നത് ഉണ്ട് എന്നത് ഉറപ്പാണ്. നമ്മെ സംബന്ധിച്ച് അതിൻ്റെ സമയം അറിയില്ല എന്നതാണ് വിഷയം. മനുഷ്യബുദ്ധിയുടെ പരിമിതിയെയാണ് ഈ ചോദ്യം കാണിക്കുന്നതും. ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതിൻ്റെ സമയം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല എന്ന് സത്യനിഷേധികൾ മറക്കുന്നു. സത്യനിഷേധികൾ വിചാരിക്കുന്നത് ഒരു കാര്യം സംഭവിക്കാനുള്ള സമയം പ്രവാചകൻ അറിയില്ലെങ്കിൽ ആ കാര്യം തന്നെ ഇല്ല, അതാണ് പരലോകം എന്നാണ്. അത് തീർത്തും അബദ്ധമാണ് എന്നാണ് ഖുർആൻ കൃത്യമായും പറയുന്നത്. ഒരു കെട്ടിടത്തിൽ ഒരു ടൈം ബോംബ് ഉണ്ട് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. അല്ലാതെ അതെവിടെയാണ്, അത് കൃത്യമായി പൊട്ടുന്ന സമയം പറയൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അവരപകടത്തിൽപ്പെടും എന്നതുപോലെയാണ് പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നവർ. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു പ്രദേശത്ത് വലിയ ഭൂകമ്പത്തിന് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഭൂകമ്പം വരുന്ന മിനിറ്റും സെക്കൻഡും പറയണം എന്നൊരുത്തൻ പറഞ്ഞു നിന്നാൽ അയാൾ അപകടത്തിൽപ്പെടും പോലെ പരലോക നിഷേധികളും പെടുകയാണ് ചെയ്യുക. അതിനാൽ സമയം, സന്ദർഭം എന്നതല്ല പ്രധാനം, അത് സംഭവിക്കുമെന്നതാണ് പ്രധാനം. പരലോകത്തിൻ്റെ സമയം അല്ലാഹു മറച്ചു വെച്ചത് മനുഷ്യനെപ്പോഴും ജാഗ്രതയുണ്ടാകാനാണ്. അതിനെക്കുറിച്ച് അറിയാത്തവരാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ എങ്കിലത് ഇപ്പോൾ വരട്ടെ എന്ന് ധൃതി കൂട്ടുന്ന ധിക്കാരവും പലപ്പോഴും പരലോക നിഷേധികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരലോക നിഷേധികളുടെ ഈ ചോദ്യം അവരുടെ തന്നെ നാശത്തിനുള്ള ചോദ്യമാണ്, അവരെ തന്നെ അപകടപ്പെടുത്തുന്ന ചോദ്യമാണ്. പരലോകമെന്നത് വലിയ സത്യമാണ്. ആ സത്യത്തിന് വേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോകുന്നവർ മാത്രമേ
അവിടെ വിജയിക്കുകയുള്ളൂ. ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചവരും അതിനുവേണ്ടി ഒരുങ്ങാതെ മുന്നോട്ട് പോയവരും അവരും പരലോകത്തെ വിചാരണയെ നേരിടും. അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോയ സത്യവിശ്വാസികളും പരലോകത്തെ വിചാരണ നേരിടും. സത്യവിശ്വാസികൾ വിജയിക്കുകയും നിഷേധികൾ പരാജയപ്പെടുകയും ചെയ്യും. ആ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനാണ്, ജീവിതം സാർത്ഥകമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.